ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോണേ? ഞാൻ ഈ പാത്രം പിടിച്ചിറങ്ങിയേക്കുന്നതേ കുറച്ച് ചിലിമ്പിപ്പുളി പറിക്കാമെന്ന് വെച്ചോണ്ടാ. ചിലിമ്പിപ്പുളിയെന്നോ ഇലിമ്പം പുളിയെന്നോ എന്തൊക്കെയോ അതിന് പേര്. അപ്പോൾ നമുക്ക് എന്തായാലും അത് പറിച്ചിട്ട് ഇച്ചിരി അച്ചാറിടാം, പിക്കിളാക്കാം. ഇതുണ്ടോ, നമ്മുടെ മരത്തിൽ ഇപ്പോൾ ഇഷ്ടം പോലെ ചിലിമ്പിപ്പുളി കഴിച്ച് കിടപ്പുണ്ടേ. അപ്പോൾ കുറച്ച് അച്ചാറിട്ട് നോക്കിയാലോ? അതിനെ കൊണ്ട് ഒത്തിരി ഐറ്റംസ് ഉണ്ടാക്കാം. നമുക്കിപ്പോൾ ഇച്ചിരി അച്ചാറിടാം. നമുക്ക് ഈ പുളി പറിച്ചാലോ? എങ്കിൽ വാ, നമുക്ക് പുളി പറിക്കാം. പുളികളിൽ ഇഷ്ടം പോലെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് ഇഷ്ടം പോലെ കിടപ്പുണ്ട്. പക്ഷെ അച്ചാറിടാനുണ്ടല്ലോ, ഇതുപോലെ ഇത് വലിയ പൊണ്ണം പുളിയായിട്ടുണ്ടെങ്കിൽ ഇത് അച്ചാറിട്ടാൽ കൊള്ളത്തില്ല. ഇത് അച്ചാറിട്ടാലും ഒരു ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് നമ്മൾ നോക്കി പറിക്കണം. എന്തോ പറയാൻ, ചെറിയ പുളികളാണ് അച്ചാറിടാൻ നല്ലത്. മീഡിയം സൈസ് അല്ലേ? മീഡിയം സൈസ്, ചെറുത്. ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന പുളികൾ ഇതിന് ചെറുത് ഇങ്ങനെ നോക്കി പറിക്കണം. ഞാൻ കാണിച്ചു തരാം. പറിച്ചിട്ട് ഇങ്ങനത്തെ പുളികളാണ് നമ്മൾ തെരഞ്ഞ് പറിക്കണം. ഇതേപോലെ ഇരിക്കുന്ന ചെറിയ പുളികൾ പറിച്ചെടുക്കണം. കാണിച്ചേ. വലിയ പുളികൾ വേണ്ട അച്ചാറിന്. ഇതിന്റെ മേളിലൊക്കെ ഒത്തിരി കായ്ച്ചു കിടപ്പുണ്ട് അല്ലേ? മേളിന്ന് പറിക്കാന്ന് പറഞ്ഞൊരു പണിയാ. ഇത് അങ്ങ് മേള് വരെ ഉണ്ട്. കായ്ച്ചപ്പോൾ അങ്ങ് കായ്ച്ചു, കായ്ച്ചില്ലെങ്കിൽ ഇല്ല. അത് മഴയൊക്കെ കൂടുതലാകുമ്പോഴേ കാഫലം കുറവായിരിക്കും. ഇതുപോലത്തെ സൈസാണ്. ഈ മോഡലാണ് അച്ചാറിന് നല്ലത്. തെരഞ്ഞ് നോക്കി നമുക്ക് പറിക്കണം. ഇങ്ങനെ ചെറിയ പുളികൾ ഇങ്ങനെ പറിച്ചെടുക്കണം. അപ്പം നമ്മളെ സഹായിക്കാൻ ചേച്ചി വന്നിട്ടുണ്ട്. അമ്മ കൊലയടക്കം പറിക്കുവാണ് ചിലിമ്പിപ്പുളി. ഇന്ന് ഞാൻ ഇതിനെ മുഴുവനോടെ പറിച്ചിട്ടേ ഉള്ളെന്നുള്ളതില് കൊലയടക്കമാണ് പറിച്ചോണ്ട് വരും. അങ്ങനെ എനിക്ക് ഇത്രയും പറിച്ചു തന്നിട്ടുണ്ട്. കൊല മുടിപ്പിച്ചു, കൊല ചെയ്തു. കേടുണ്ട് അതേല്. കേടെല്ലാം പറിച്ചു കളയണം. കേട് നമുക്ക് പറിച്ചു കളയാം. എന്തോ വണ്ടി മാമ്പഴം വീഴുന്നത്, പടക്ക് പടക്കുന്ന വീഴുന്നു. എന്താ ചിലിമ്പിപ്പുളി, ഇലുമ്പം പുളി, ചിലിമ്പിപ്പുളി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണിത്. അടുത്ത കൊല. മതി ഇറങ്ങിക്കോ. ചിലിമ്പിപ്പുളി കൊലയടക്കം പറിച്ച് കൈ പിടിച്ചോണ്ട് നിൽക്കുന്നു. ഇനി നമുക്ക് നല്ലതെല്ലാം നോക്കി നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിനെ നമ്മൾ അച്ചാറാക്കും ഇനി ഉടനെ. അപ്പോൾ ഇതാണ് മേളിലാണ് എല്ലാം നല്ലതെല്ലാം കായ്ച്ചു കിടക്കുന്ന അങ്ങ് മണ്ടയ്ക്ക. അവിടെ മരത്തെ കൂടെ കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ താഴെ നിന്നുള്ളതെല്ലാം നല്ലത് എടുത്തിട്ടുണ്ട്. ചിലിമ്പിപ്പുള്ളിയുടെ കമ്മല. നല്ല രസമല്ലേ? അപ്പൊ നമുക്ക് അച്ചാറിടാൻ പോവാം അല്ലേ? അച്ചാറിടാൻ പോകാം. ഇവിടെ കീറി പിടിക്കുന്നുണ്ട്. ഹായ് കൂട്ടുകാരെ, അപ്പം നമ്മളിത് അച്ചാറിനുള്ള ചിലിമ്പിപ്പുളി ഇവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അരിഞ്ഞിടുന്ന ഇതിൻ്റെ സ്റ്റൈല് ഇങ്ങനെയാണ്. ഞങ്ങൾ അരിയുന്നത് ഇങ്ങനെയാണ്. ചിലവരിത് വട്ടത്തിലരിയും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനും അതരിയുന്നു. ഇവിടെ ഞങ്ങളിങ്ങനെയാണ് ഇതിനെ കീറിയെടുക്കുന്നത്. ചിലിമ്പിപ്പുളിയോ പിന്നെ എന്നാ പേരാ ഉള്ളതെന്ന് ആർക്കറിയാം. ഓരോരുത്തരുടെ നാട്ടിൽ പല പുളികളെന്ന് പറയും. ഒക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നുള്ള പേരുകളൊക്കെ. ഞങ്ങളിതിനെ ചിലിമ്പിപ്പുളി എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമ്മൾ കടുകിട്ട് കൊടുക്കാം. ചിലിമ്പിപ്പുളി അച്ചാറിനുള്ള കടുകിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു,
പച്ചമുളക് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് എന്താ ഇട്ട് കൊടുക്കേണ്ടത്? കുറച്ച് കറിവേപ്പില, ഫ്രഷായ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇതെല്ലാം മൂത്ത് വന്നപ്പോൾ നമുക്ക് കുറച്ച് അച്ചാർ പൊടിയും പിന്നെ മഞ്ഞളും കുറച്ച് മുളക് പൊടിയും കൂടെ എടുത്ത് നമുക്ക് ഇട്ട് യോജിപ്പിച്ച് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കായപ്പൊടിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂൺ 3/4 സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മൂത്ത് വന്നു കഴിയുമ്പോൾ അരപ്പെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നു. അരപ്പിനെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്കതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരുന്ന ചിലിമ്പിപ്പുളി, നമ്മൾ അരിഞ്ഞിട്ട് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരുന്ന ചിലിമ്പിപ്പുളി ഇട്ട് കൊടുക്കാം. നമുക്കിതിനെല്ലാം ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ചിലിമ്പിപ്പുളി അച്ചാറിന് നമ്മളിവിടെ അരപ്പെല്ലാം യോജിപ്പിച്ച് ഇളക്കി കൂട്ടിയെടുത്തു. ഇനി ഇതിന് ഒട്ടും വെള്ളമൊന്നും ചേർക്കൂല. വെള്ളം ചേർത്താൽ പൂത്തു പോകും. പിന്നെ ആർക്കെങ്കിലും നിർബന്ധമുണ്ട്, ഗ്രേവി വേണമെന്നോ വല്ല നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുറച്ച് ചേർക്കാം. പക്ഷേ അത് പെട്ടെന്ന് കൂട്ടി തീർക്കാവുന്നുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. ഈ ചിലിമ്പിപ്പുളിക്കുണ്ടല്ലോ ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. അതിങ്ങനെ ഇരിക്കുമ്പോൾ അത് തന്നെ വെള്ളത്തിൻ്റെ അംശം വരും അതിനുള്ളിൽ നിന്ന്. ആ വെള്ളം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ഗ്രേവി ആകുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. ഇനി ഇതിനെ ഇട്ട പടി അങ്ങോട്ട് കൂട്ടാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരാഴ്ചയൊക്കെ കഴിയണം. അതൊന്ന് ആ പുളിയെല്ലാം ഈ അരപ്പുമായിട്ടെല്ലാം സെറ്റായി വരണം. എങ്കിലേ അതിന് നല്ല ടേസ്റ്റായി വരുള്ളൂ. ഇതിങ്ങനെ ഇട്ടിട്ട് ഒരാഴ്ചയെങ്കിലും വെക്കണം ഭരണിയിലാക്കി. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ പൂർണ്ണമായി. ഇനി ഇതിനകത്തൊന്നും ചേർക്കാനൊന്നുമില്ല. എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് തന്നെ ഇവിടെ ഇരുന്ന് പാകത്തിന് അലിഞ്ഞ് ചേർന്ന് പിടിച്ചോളും ഇവിടെ ഇരുന്ന്. അപ്പം നിങ്ങളെല്ലാവരും ചിലിമ്പിപ്പുളി അച്ചാറിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബായ്.